അടുത്തത് വരുന്നത് ടൈം സീരീസ് ആണ്. അപ്പം ടൈം സീരീസ് എന്ന് പറയുന്നത് ഓരോ ടൈമിലുള്ള നമ്മുടെ ഡാറ്റയുടെ ട്രെൻഡ്സും പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൈം സീരീസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് P1 ലോങ് ടൈം അൺഎംപ്ലോയ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡാറ്റ സെറ്റിൽ കൊടുക്കാൻ പോകുന്ന കോളംസിൽ കൊടുക്കാൻ പോകുന്നത് പീരീഡും റോസിൽ കൊടുക്കാൻ പോകുന്നത് അൺഎംപ്ലോയിഡ് എന്ന് പറയുന്ന കോളംസ് ആണ്. അപ്പൊ നമുക്ക് ഡാറ്റ സെറ്റ് ആദ്യം ഇമ്പോർട്ട് ചെയ്യും. എക്സലിൽ നിന്ന് നമ്മളുടെ ലോങ് ടൈം അൺഎംപ്ലോയ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്യുക. കണ്ടോ, ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏജ്, ജെൻഡർ, പീരീഡ്, അൺഎംപ്ലോയിഡ്, 4 കോളംസ് ആണുള്ളത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഷീറ്റിലോട്ട് ആഡ് ചെയ്യാം. ന്യൂ വർക്ക് ബുക്ക് എടുക്കുക. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോളംസിൽ പീരീഡും റോസില് അൺഎംപ്ലോയിഡും കൊടുക്കാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ചാർട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ടൈം സീരീസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇയറിന്റെ ഇവിടെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇയർ, ക്വാർട്ടർ, മന്ത്, വീക്ക് നമ്പർ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പം ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ കണ്ടോ കുറച്ച് വേരിയേഷൻസ് കാണാൻ പറ്റും. മന്ത് ആണെങ്കിൽ കുറച്ചും കൂടി വേരിയേഷൻസ് കാണാം. അപ്പം ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ടൈമിന്റെ ബേസിൽ നമുക്ക് ആ ഒരു ട്രെൻഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം സീരീസ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അഗ്രിഗേഷൻ ആണ്. അപ്പൊ അഗ്രിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം സമ്മ്, ആവറേജ്, കൗണ്ട്, മിൻ, മാക്സ് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ മൾട്ടിപ്പിൾ വാല്യൂസിനെ സിംഗിൾ വാല്യൂ ആയിട്ട് മാറ്റുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സമ്മറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അഗ്രിഗേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ലാർജ് ഡാറ്റ സെറ്റിനെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആക്കുന്നത് വഴി. അപ്പൊ അതെങ്ങനെ നമുക്ക് ഈ ഒരു ലൈൻ ചാർട്ടിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനാലിസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ അഗ്രിഗേറ്റ് മെഷേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലൈൻ ചാർട്ടിനെ ഈ അഗ്രിഗേഷൻ മെത്തേഡിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അനാലിസിസ് എടുക്കുക, അഗ്രിഗേറ്റ് മെഷേഴ്സ് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അഗ്രിഗേഷൻ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഗ്രാനുലാരിറ്റി ആണ്. ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഡാറ്റേനെ ഡീറ്റെയിൽ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാന്നൊക്കെ പറയും. ഇതാണ് ഗ്രാനുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഓൾറെഡി കോളംസിലും റോസിലും വാല്യൂസ് കൊടുത്തായിരുന്നു. അപ്പം ആ ഒരു അൺഎംപ്ലോയിഡിനെ നമുക്ക് ജെൻഡറിന്റെ ബേസിൽ എങ്ങനെ കാണാൻ പറ്റും? ഓക്കെ, അപ്പം അതാണ് ഇവിടെ ഈ ലൈൻ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 കളേഴ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലേബലും കൊടുത്തിട്ടുണ്ട്. അപ്പം മെന്നിന്റെയും വിമന്റെയും 2 ജെൻഡറിന്റെയും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ലൈൻ ചാർട്ട് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മള് ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ കളറിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അഗ്രിഗേഷൻ ഞാൻ ജസ്റ്റ് മാറ്റി. ദെൻ ജെൻഡറിനെ കളറിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. കണ്ടോ, നമുക്ക് മെന്നിന്റെയും വിമന്റെയും 2 ജെൻഡറിന്റെയും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? അവരുടെ ഏജിന്റെ ബേസിൽ നമുക്ക് ഷേപ്പ് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇവിടെ ഏജ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അതിനെ ഷേപ്പിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ